ഹായ് ഗായ്സ്, സുഖല്ലേ? ഞാനൊരു കല്യാണത്തിന് പോവാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മേക്കപ്പ് ഇട്ടാലോ? കുറെ പുട്ടി പൂശണതും മേക്കപ്പ് ഇടുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആകെ ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളാണ്, ഒന്ന് ലിപ്സ്റ്റിക്കും ഒന്നിങ്ങനെ സ്പ്രേ പൂശലും. സ്പ്രേ പൂശയ്ക്ക് മതിയാവൂല കേട്ടോ. ബ്ലൂ ലേഡിന്റെ സ്പ്രേ ആണെങ്കിൽ നോക്കും വേണ്ട, നല്ല പോലെ അങ്ങോട്ട് പൂശണം കേട്ടോ. പിന്നെ അരീക്കോട് മഞ്ചത്തി എന്ന് പറഞ്ഞ ഇന്ത്യൻ ജാസോന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഞാൻ ജോലിക്ക് പോയിട്ട് ജോലി സ്ഥലത്ത് നിന്നാണ് കേട്ടോ കല്യാണത്തിന് പോയത്. അരീക്കോട് സൺസിറ്റി എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അതുകൊണ്ട് എനിക്ക് പോവാനും നല്ല എളുപ്പമായിരുന്നു. കടേന്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് മാത്രമുള്ള ദൂരം. അപ്പോഴേക്ക് ഇതാക്കണം ഞാൻ രാവിലേക്കുള്ള ചായക്കടികളൊക്കെ ഉണ്ടാക്കിട്ടോ. ഇതാണ് കേട്ടോ എന്റെ ഡ്യൂട്ടി, ഫ്രൈ ചെയ്യല്. ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കോണാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന പടികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. കല്യാണത്തിന് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒപ്പമുള്ള ആൾക്കാരെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടയില്. സിയാരിയും അമ്മിണിയും അനിയച്ചിയും കൂടി വന്നു. ഞാനും അവരുടെ കൂടെ കല്യാണത്തിന് പോയി. കല്യാണ സ്ഥലത്ത് എത്തിട്ടോ. ഇതാണ് കേട്ടോ സൺസിറ്റി എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം. ഭയങ്കര വെയിലേന്നു കേട്ടോ. ജോലിന്റെ ഇടയിൽ നിന്ന് പോയോണ്ട് തന്നെ അധിക സമയം നിൽക്കാന് മനസ്സ് സമ്മതിക്കുന്നില്ല കേട്ടോ. കല്യാണ ചെക്കനും പെണ്ണിനും കണ്ടുവന്ന് ഞങ്ങൾ വേഗം ചോറ് കഴിക്കാൻ താഴേക്ക് പോന്നു കേട്ടോ. അടപ്രഥമനും ഉണ്ടായിരുന്നു, ശർക്കര പായസം ഉണ്ടായിരുന്നു. നല്ല രസമുള്ള സദ്യയായിരുന്നു കേട്ടോ. പൊതുവെ സദ്യക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സദ്യ കഴിക്കണോ കഴിക്കേണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. കഴിച്ചപ്പോ നല്ല രസം തോന്നി, നല്ല രസമുള്ള സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാക്കണ പോരുമ്പോഴാണ് നമ്മൾ തത്തമ്മേനെ കണ്ടത്. തത്തമ്മ വന്നിട്ടുണ്ട്. തത്തമ്മേനെ കുറച്ചേരം കൊഞ്ചിച്ച് ഞാൻ പോന്നു. അപ്പോഴാണ് തങ്ങനെ സിയാര ഇവിടെ കുന്തും കാട്ടി കുത്തിരിക്കുന്നു കേട്ടോ. സിയാര എന്ന് വിളിച്ചപ്പോഴേ സിയാരയ്ക്ക് ഒരു ജാട കേട്ടോ. സിയാര ഇതാക്കണ് ജാടൊക്കെ മാറ്റി ദീദിന്റെ കൈക്ക് വന്നിട്ടോ. അങ്ങനത്തെ സിയാര ടാറ്റൊക്കെ തരുന്നുണ്ട്. ദീദിയും സിയാരയും എവിടേക്കോ പോവാന്ന് കരുതിക്കാണ്. അങ്ങനെ ഞങ്ങള് കല്യാണം കഴിഞ്ഞു പോരിന് വരവാണ് കേട്ടോ ആ കാണുന്നത്. കുട്ടീനെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. ഞാൻ ജോലിക്ക് വീണ്ടും പോകുന്നു കേട്ടോ. കല്യാണത്തിന് പോവാനുള്ളതുകൊണ്ടേ രാവിലെ ഞാൻ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ലേന്നു കേട്ടോ. പിന്നെ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടു. അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് സമയം. അപ്പോഴേക്കൊരു ഓർഡർ കിട്ടി. മോളിക്ക് ജ്യൂസ് വേണം, 4 ജ്യൂസ് വേണം. 3 കാക്ക കൊണ്ടുപോയിട്ടോ. ഒന്ന് കൊണ്ടുപോവാൻ മറന്നു. സംഘു അതൊന്ന് കൊണ്ടുവന്നോണ്ടാറ്. അങ്ങനെ ആ ജ്യൂസ് കൊണ്ടുകൊടുത്ത് പോന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര വരെയുള്ളൂ? പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ.